നമ്മുടെ റോഡുകളിലെ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് നിത്യമായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ രാവിലെ പത്രങ്ങളിലും ടി വികളിലും ഒക്കെ നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അധികാരികൾ, കേരളത്തിലെ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ ഒന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, തിരുവനന്തപുരം തൊട്ട് കൊച്ചി വരെയുള്ള നാഷണൽ ഹൈവേയിൽ പണി നടക്കുന്നതുകൊണ്ട് അങ്കമാലി മുതലുള്ള തിരുവനന്തപുരം എം സി റോഡിൽ ഗുഡ്സ് വാഹനങ്ങൾ വളരെ അധികമായിട്ട് ഇപ്പോൾ ഈ റോഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൽ വളരെ തിരക്കേറിയ ഒരു അവസ്ഥയിലാണ് ഈ റോഡുള്ളത്. ഇതിലെ വലിയ വാഹനങ്ങൾ ഗതാഗതം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ രാവും പകലും എന്നില്ല, തിരക്ക് ഒഴിഞ്ഞൊരു നേരമില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മൂവാറ്റുപുഴ മുതൽ കൂത്താട്ടോളം വരെയുള്ള റോഡിൽ എനിക്ക് കിട്ടിയ ഒരു ദൃശ്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ പോകുന്ന ഈ ഒരു വാഹനം കണ്ടല്ലോ, ഇത് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണെന്നാണ് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. നാഷണൽ പെർമിറ്റിലുള്ള ഈ ഒരു വാഹനം റോഡിൽ നടത്തുന്ന ഒരു അഭ്യാസം. അതിനപ്പുറം ഞാനിതിൽ കാണിക്കുന്നത്, ഇതിൻ്റെ പുറയിൽ കെട്ടിത്തൂക്കിയിരുന്ന കുറേ തുണികൾ കണ്ടല്ലോ. ഒരു രീതിയിലും ഇതിലെ നമ്പർ പ്ലേറ്റ് ഒരു സമയത്ത് പോലും എനിക്ക് ദൃശ്യമായിട്ടുണ്ടായില്ല. എനിക്ക് ഒരിക്കലും അതിൻ്റെ നമ്പറുകൾ എനിക്ക് കൂട്ടി വായിക്കാൻ, ആ നമ്പർ പ്ലേറ്റ് എന്താണ് എന്നുള്ളത് ഞാൻ ഈ ഒരു വാഹനത്തിന് പുറകിൽ നിന്ന് എനിക്ക് ഡൈവേർഷൻ വരുവോളം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതിൻ്റെ സൈഡിലും ഞാൻ ശ്രദ്ധിക്കാൻ നോക്കി, എനിക്ക് ഒരു രീതിയിലും മനസ്സിലായില്ല. ഈ ഒരു വാഹനം ചെക്ക് പോസ്റ്റുകൾ കടന്നു വരുന്ന കേരളത്തിലെ എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റ്, പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ്, MVDയുടെ ചെക്ക് പോസ്റ്റ്, ഇത് മൂന്നും പാസ്സായി കയറി വരുന്ന വാഹനമാണ് തെലങ്കാന രജിസ്ട്രേഷനുള്ള ഈ വാഹനം എന്നുള്ളതാണ് ഇപ്പോഴും കേരളത്തിൽ ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇത് ചെക്ക് പോസ്റ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഗുരുതരമായ നിയമലംഘനം കണ്ടുപിടിക്കപ്പെടാതെ ഇവിടെ കയറി വരുന്നു. ഈ ഒരു വാഹനം ഇവിടെ ഒരു അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വാഹനം ഏതാണ് എന്ന് പോലും നമുക്ക് പിന്നീട് അവർ കടന്നുപോയി കളഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിരവധി കേസുകളാണ് ഇൻഷുറൻസ് കിട്ടാതെ ഇവിടെ കേരളത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഏത് വാഹനമാണ് ഇടിച്ചെന്നറിയാതെ നിരവധി പാവങ്ങളാണ് റോഡിൽ ജീവൻ പൊലിഞ്ഞും ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രികളിലും വീടുകളിൽ കട്ടിലുകളിലും കഴിയുന്നത്. ഇതൊക്കെ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ കുത്തഴിഞ്ഞ ഒരു അവസ്ഥ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാണേണ്ടവർ കാണേണ്ട സമയത്ത് കണ്ടിരുന്നെങ്കിൽ ഈ വാഹനം കേരളത്തിലേക്ക് കടക്കില്ലായിരുന്നു. ഇത് അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ നിയമലംഘനങ്ങൾ മാറ്റി അത് കൃത്യമായ നമ്പർ പ്ലേറ്റ് കാണിച്ച് കേരളത്തിൽ ഓടേണ്ട ഒരു വാഹനമാണ്. ഇത് ഏറ്റവും വലിയൊരു വിഷയം ഇവരുണ്ടാക്കുന്ന അപകടങ്ങളാണ്. ഈ ഒരു ദൃശ്യം ഇവിടുത്തെ ഗതാഗത വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു.